നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സർവശക്തനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പറയേണ്ടത്, ചെയ്യേണ്ടത്, സർവശക്തനായ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കേണ്ടത്, പൊറുക്കേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, മാപ്പ് കൊടുക്കേണ്ടത്, കണ്ടില്ലെന്ന് നടിക്കേണ്ടത്, കേട്ടില്ലെന്ന് നടിക്കേണ്ടത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നതാണ് ആ സംസാരത്തിൻ്റെ ആകത്തുകയായി. അള്ളാഹു എന്ന പദം, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സഹോദരങ്ങളെ നമുക്കൊക്കെ കഴിയും. പക്ഷേ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ അവിടെ ക്ഷമിക്കാനും പൊറുക്കാനും ഉൾക്കൊള്ളാനും സഹിക്കാനുമൊക്കെ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? പ്രവാചകന്മാരുടെ പാത എന്തായിരുന്നു? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്, അങ്ങോട്ട് വരും. അതിനു മുമ്പ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ സത്യത്തിൽ പേടി ഉണ്ടാകേണ്ടത് ഈ ലോകത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല. നമുക്കൊരു ദുഃഖവും വേണ്ട, ഒരു വിഷമവും വേണ്ട, നമ്മുടെ കൂടെ റബ്ബുണ്ട്. പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതെൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കാനാണ് നേതാവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 കുട്ടികളുടെ മരണവാർത്ത നമ്മൾ കേട്ടു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മറ്റൊരു കുടുംബത്തിലെ 4 പേരുടെ മരണം സൗദി അറേബ്യയിൽ നടന്നത് നമ്മൾ അറിഞ്ഞു. ഞാനിത് തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനെ ഓർത്തുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 വർഷം മക്കളില്ലാതെ കാത്തിരുന്ന ഒരു കുടുംബത്തെ ഞാൻ ഓർത്തു പോവുകയാണ്. കല്യാണത്തിന് ശേഷം 16 വർഷം മക്കളില്ല. ട്രീറ്റ്മെൻറ്റുകൾ, അതിനുവേണ്ട ചികിത്സകൾ, നിരന്തരമായ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥന, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ദാഹിച്ച ഒരുപാട് വർഷങ്ങൾ. അങ്ങനെ അള്ളാഹു അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി. 3 വർഷം കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല അവർക്ക് മറ്റൊരു കുഞ്ഞിനെ കൂടി നൽകി. 2 മക്കൾ. മൂത്ത കുട്ടിക്ക് 6 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിന് 3 വയസ്സും കഴിഞ്ഞു. ഇത് ഞാൻ പറയുന്നത് ഗൾഫ് നാടിൽ ഒരു അപകടത്തെ ഓർമ്മപ്പെടുത്താനാണ്. ആ മനുഷ്യൻ അപ്പോൾ പറഞ്ഞ വാചകം ഓർക്കാനാണ്. ഈ 2 മക്കൾ, അപ്പൊ ദാമ്പത്യ ജീവിതം എത്ര വർഷമായി? ഏകദേശം 22 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. മൂത്ത കുട്ടിക്ക് 6 വയസ്സാണ്, അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞു. ഇവർ ഗൾഫിലെ ഒരു സ്ഥലത്തുകൂടിയുള്ള യാത്രക്കിടയിൽ, സഹോദരങ്ങളെ, ആ ഡ്രൈവ് ചെയ്യുന്ന ഈ കുട്ടികളുടെ ഉപ്പാക്ക് ഉറക്കം വന്നു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ സൈഡാക്കി ഉറങ്ങാണ്. 2 മക്കളും പിറകിലെ സീറ്റിലിരുന്ന് കളിക്കുകയാണ്. അയാൾ സീറ്റൊന്ന് ചരിച്ച് അവിടെ കിടന്നുറങ്ങി. ഭാര്യയും അല്പം മയക്കത്തിലായി. മറ്റൊരു അറബിയുടെ വാഹനം നിയന്ത്രണം വിട്ടുവന്ന് ഈ കാറിൻ്റെ പിറകിലിടിച്ചു. 2 കുട്ടികളും, ഇന്ന് നമ്മൾ 4 കുട്ടികളുടെ മരണവാർത്ത കേട്ടതുപോലെ, ആ 2 കുട്ടികളും അതേ സ്ഥലത്ത് വച്ച് ലോകത്തുനിന്ന് വിട പറയുകയാണ്. ഈ വാർത്തയറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ, ചെറിയ കുട്ടിയുടെ 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മയ്യത്ത് ഈ പാവപ്പെട്ട മനുഷ്യൻ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച്
കണ്ണിൽ നിന്ന് തുരുതുരാ കണ്ണുനീര് ആ കുട്ടിയുടെ മയ്യത്തിലേക്ക് ഇങ്ങനെ ഒറ്റി വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറഞ്ഞു, സാരമില്ല, അള്ളാഹു നമുക്കറിയാത്ത ഖൈറ് കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ നാവിൽ നിന്ന് വന്ന വാക്ക് പറയാനാണ് ഞാൻ ഈ സംഭവത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല എന്ന് നിങ്ങൾ എന്നോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, മാ യസാലുൽ ബലാഉ ബിൽ മുക്മിനി വൽ മുക്മിന. ഈ കുട്ടിയുടെ മയ്യത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയാണ്, മുക്മിനായ ആണിനും മുക്മിനത്തായ പെണ്ണിനും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ വിറച്ച് ഗദ്ഗദമായി കണ്ണു നിറഞ്ഞ് കാത്തിരുന്ന് റബ്ബ് നൽകിയ ആ 2 മക്കളെയും തിരിച്ചു വിളിച്ച് അവരുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണത്. അല്ലാഹു തആല മുക്മിനായ ആണിനും മുക്മിനത്തായ പെണ്ണിനും പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവൻ്റെ ശരീരം കൊണ്ടുള്ള പരീക്ഷണമായിരിക്കും, ചിലപ്പോൾ അവൻ്റെ സമ്പത്തിലായിരിക്കും പരീക്ഷണം, ചിലപ്പോൾ അവൻ്റെ മക്കളെ തൊട്ടായിരിക്കും പരീക്ഷണം. പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റവിമുക്തനായി ചെന്ന് നിൽക്കുന്നത് വരെ അള്ളാഹു പരീക്ഷിക്കും. ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, അങ്ങനൊരു ഘട്ടം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അങ്ങനൊരു ആപത്ത് ഘട്ടം നമ്മുടെ മുന്നിൽ പരീക്ഷണമായി വന്നു നിന്നാൽ ആയത്തോർത്തുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്നവരോട് തിരിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇങ്ങനെ നാവിൻ തുമ്പിലേക്ക് വന്ന് നമ്മെ സമാധാനിപ്പിക്കുന്നവരോട് തിരിച്ചു പറയാൻ നമുക്ക് കഴിയുമോ? ആ ഒരു ചോദ്യം നമ്മളോട് ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി ചോദിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അള്ളാഹു അവർക്ക്, എനിക്ക് ഇപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അള്ളാഹു അവർക്ക് ഇനിയും നല്ല സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇവിടെ നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതല്ല, ജീവിതത്തിൽ ആ ഘട്ടം കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പരീക്ഷണങ്ങളുടെ തീച്ചൂളകൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ അവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാനും പൊറുക്കാനും സംസാരിക്കാനും മിണ്ടാതിരിക്കുവാനും മിണ്ടണമെങ്കിൽ അതിനർത്ഥത്തിലുള്ള സംസാരം നടത്താനും, സ്വഹാബിയുടെ കുട്ടി മരിക്കുമ്പോൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതുപോലെ പറയാനും നമുക്ക് കഴിയുമോ? അള്ളാഹു നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള നല്ല കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളാരും കേൾക്കാത്തവരല്ല. പരലോകത്ത് നാളെ ഓരോ മനുഷ്യരും ചെന്ന് നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഒരൊറ്റ മനുഷ്യനും എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഖുർആനിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. എനിക്കത് അറിയില്ലായിരുന്നു റബ്ബേ ഉണ്ടോ? അത് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. സൂറത്ത് സുമർ 39-ാം അധ്യായമാണ്. ആ അധ്യായത്തിൽ നരകത്തിലേക്ക് ഇങ്ങനെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ജനവിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. സത്യത്തെ നിഷേധിച്ച് ജീവിച്ച ആളുകൾ അവരെ കൂട്ടം കൂട്ടമായി ജഹന്നമെന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ
ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ. അവരാ നരകത്തിന്റെ കവാടത്തിന്റെ അടുക്കലെത്തി നരക കവാടങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ തുറക്കുമ്പോ വഖാല ലഹും, അവരോട് ചോദിക്കും. ആര്? ഖസനതുഹാ, ആ നരകത്തിന്റെ കാവൽ ഭടന്മാർ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അലം യഅതികും റസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? നരകത്തിന്റെ കാവൽ ഭടന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളിലേക്ക് ഇങ്ങനൊരു ഭീകരമായ നരകം പറഞ്ഞു തരാൻ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, ഭയാനകമായ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഇങ്ങനെ ഒരു ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് താക്കീതു നൽകാൻ നിങ്ങളിലേക്ക് ആരും വന്നിട്ടില്ലായിരുന്നോ? ആ സമയത്ത് അവർ പറയുന്ന മറുപടി ഖാലു, അവർ പറയും ബലാ, വന്നിരുന്നു. പക്ഷെ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബ് അലൽ കാഫിരീൻ, സത്യത്തെ നിഷേധിച്ചവരുടെ മേൽ അല്ലാഹുവിന്റെ കലിമത്ത് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്, നടപ്പിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കേട്ടിട്ടില്ല എന്നവർ പറയുന്നില്ല. ഉണ്ടോ അതിൽ? ചോദിച്ച് ഉത്തരമായി അവർ പറഞ്ഞത് എന്താണ്? ഖാലു ബലാ, അതേ, എത്തിയിരുന്നു, ഞങ്ങളോട് പറയാൻ ആളുകൾ വന്നിരുന്നു. ഈ പെരിന്തൽമണ്ണയിലെ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഈ മുറ്റത്ത് വന്നു ചേർന്ന നമ്മൾ ഓരോരുത്തരോടും ഞാൻ അടക്കമുള്ള നമ്മളിൽ ഓരോരുത്തരോടും ഞാൻ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്. നാളെ ലോകരക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയുടെ മുറ്റത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനത്തിന്റെ അന്ന് ജനിച്ചു വീടുന്ന കുഞ്ഞുവരെ ഒരുമിച്ചു നിൽക്കുന്ന റബ്ബിന്റെ പ്രത്യേകമായ കോടതിയിൽ ഈ ഒരു ചോദ്യം നമുക്ക് നേരെ വന്നാൽ, ഇല്ല പടച്ചവനെ, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നുവെന്ന് പറയാൻ സാധിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ഉണ്ടാവില്ല. എന്നിട്ട് അല്ലാഹു തആല മറ്റൊരു വചനത്തിൽ സൂറത്തുൽ ഖമറിൽ പറയുന്നത് എന്താ അറിയോ? ചില ആളുകൾ ഇങ്ങനെ മുഖം കുത്തി, ഞാൻ നരകത്തെ വിശദീകരിക്കുകയല്ല, നരകത്തിൽ ഇങ്ങനെ മുഖം നിലത്ത് കുത്തി, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, മുഖം ഇങ്ങനെ നിലത്ത് വലിച്ചിഴച്ച്, മുഖം ഇങ്ങനെ നരകാഗ്നിയിൽ ഇങ്ങനെ വലിച്ചിഴച്ച്, പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ദൂഖൂ മസ്സ സഖർ. എന്താണ് ആ പറഞ്ഞത്? ആ നരകത്തിന്റെ അഗ്നിയിൽ, നരകാഗ്നിയുടെ അഗ്നികുണ്ടാരത്തിൽ, ആ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ ഇങ്ങനെ മുഖം കുത്തി വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോ ആസ്വദിക്ക് എന്ന് പറയുന്നൊരവസ്ഥ, ഒരു കളിയാക്കല് പോലെ, ഒരു പരിഹാസം പോലെ, ആസ്വദിക്കടോ, ഈ നരകത്തിന്റെ സ്പർശനം ആസ്വദിക്ക് എന്ന് പറയുന്നൊരവസ്ഥ നാളെ പരലോകത്തുണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ എന്തിനാണ് ഇതിങ്ങനെ രാമുഖം പറയുന്നത്? ഇവിടെ രക്ഷപ്പെടാനാണ് സത്യത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അതാണ് സത്യത്തിൽ നമുക്ക് പേടി, അതാണ് പേടി. ഇവിടുത്തെ രോഗം പ്രശ്നമല്ല, ഇവിടുത്തെ ശാരീരികമായ ബലക്ഷയം നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം നമുക്ക് പ്രശ്നമല്ല. അത് നമുക്ക് പ്രശ്നമേ അല്ല എന്നർത്ഥത്തിലല്ല. അതൊക്കെ താൽക്കാലികമായ ലോകത്തുനിന്നുള്ള വിടപറയൽ മാത്രമാണ്. നമ്മുടെ സാമ്പത്തികമായ ഇടിവ്, അതല്ലെങ്കിൽ സാമ്പത്തികമായ പുരോഗതി, അഹങ്കരിച്ചു പോകണ്ട, ഗർവ് പറഞ്ഞു പോകണ്ട, ഹുങ്കിന്റെ വർത്തമാനം ഉണ്ടാവണ്ട. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോ അള്ളാഹുവിനെ മറന്ന് നന്ദികേടിന്റെ വർത്തമാനം പറയണ്ട. അതൊക്കെ ഈ നൈമിഷികമായ ലോകത്തിലെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മൾ പേടിക്കേണ്ടത് വരാനിരിക്കുന്ന ലോകത്തെയാണ്. നമ്മൾ സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കുന്നത് വിശിഷ്ടാതിഥികളായി ലോകത്തിന്റെ രക്ഷിതാവായ റഹ്മാനായ, കാരുണ്യവാനായ, കരുണാനിധിയുടെ ഉടമയായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ
യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. ആ രണ്ട് പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അള്ളാഹുവിന്റെ വിശിഷ്ടാതിഥികളായി നാളെയുടെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് വിശിഷ്ടാതിഥികളായി. ഇവിടെ കൂലിപ്പണിക്കാരൻ, റിക്ഷാ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ, വ്യത്യസ്തമായ കമ്പനികളിൽ, കടകളിൽ, ഷോപ്പുകളിൽ, അങ്ങനെ വ്യത്യസ്തമായ തസ്തികകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവർ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ചില അധികാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടേച്ച് റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ റബ്ബ് VVIPകളായി തെരഞ്ഞെടുത്ത് അർ-റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ആനയിച്ച് സന്തോഷദായകരായി, സന്തോഷപുളകിതരായി, അതിന്റെ അടയാളങ്ങളെല്ലാം കണ്ട് അർ-റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വിശിഷ്ടാതിഥികളായി കൊണ്ടുപോകുന്ന രംഗം. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. ദാഹാർത്തരായി ദാഹിച്ച് തൊണ്ടവറ്റി വരണ്ട് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് വേവലാതിയും ആവലാതിയുമായി ഉറക്കെ വാവിട്ട് കരഞ്ഞ് നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് ഇങ്ങനെ നാക്കാലികളെ തൊളിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ നാളെയുണ്ട് എന്ന് സർവശക്തനായ അല്ലാഹു തആല നമ്മോട് പറയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടുന്നാണ് സത്യത്തിൽ നമുക്ക് രക്ഷ വേണ്ടത്. അതാ നമ്മുടെ മനസ്സിലുള്ള പേടി. ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം, ബാക്കിയെല്ലാം നമുക്ക്, പ്രിയപ്പെട്ടവരെ, ഏത് നിലക്കും നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റണം. ഗർവിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ആളുകളായി അള്ളാഹുവിനെ മറന്നുപോയാൽ, ഞാൻ ആ വിഷയത്തിൻ്റെ കാമ്പിലേക്ക് വരും, മറന്നുപോയാൽ നാളെ പരലോകത്തെന്ന് മനുഷ്യർ പറയുന്നൊരു വാചകമുണ്ട്. ഖുർആനിൽ അത് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. വഇദ് യതഹാജ്ജൂന ഫിന്നാരി ഫയഖൂലു ളുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു ഇന്നാ കുന്നാ ലക്കും തബഅ. ഗർവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ ആളുകളുണ്ടല്ലോ, അവരെ നരകാഗ്നിയിൽ വെച്ച് കാണുമ്പോൾ പാവപ്പെട്ടവരായ അവരെ പിന്തുടർന്ന് അവരുടെ വാക്ക് കേട്ട് അവരുടെ വർത്തമാനം കേട്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് റബ്ബിനെ മറന്ന്, നാവുകൊണ്ടുള്ള വാക്കുകളിൽ റബ്ബിനെ മറന്ന്, പ്രവൃത്തികൾ കൊണ്ട് അള്ളാഹുവിനെ മറന്ന്, ഇരുട്ടിലും വെളിച്ചത്തിലും റബ്ബിനെ മറന്ന് ഈ തന്തോ നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചവർ, അവർ നാളെ പരലോകത്തെന്ന് പറയുന്ന വാക്കാണ് നരകത്തിൽ വെച്ച് പരസ്പരം ഇങ്ങനെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഈ പാവപ്പെട്ടവരായ ആളുകൾ, അഹന്ത നടിച്ചു നടന്ന ആളുകളോട് പറയുകയാണ്, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോയവരാണ്. വഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് വല്ല വിഹിതവും കുറച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വന്നവരാണ് ഞങ്ങൾ, നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ കൂടെ ഒഴുകിയവരാണ് ഞങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനം കണ്ട് നിങ്ങളെ അനുധാവനം ചെയ്തവരാണ് ഞങ്ങൾ, നിങ്ങളുടെ വാക്കുകളും വർത്തമാനങ്ങളും കേട്ട് നിങ്ങളുടെ കൂടെ വന്നവരാണ് ഞങ്ങൾ. റബ്ബിനെ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ വെച്ചവർ ചോദിക്കുന്നു, പരലോകത്ത് നരകാഗ്നി വെച്ചവർ ചോദിക്കുന്നു, ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, ഈ നരകാഗ്നിയിൽ നിന്ന് വല്ല വിഹിതവും കുറച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോൾ അവർ പറയുന്ന മറുപടി എന്താ അറിയോ? ഖാലല്ലദീന ഇസ്തക്ബറു, അഹന്ത നടിച്ച ഈ ആളുകളുടെ മറുപടി എന്താ അറിയോ? ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും നിങ്ങൾ ഈ പറയുന്ന നരകത്തിൽ തന്നെയാണല്ലോ. ഇന്നല്ലാഹ ഖദ് ഹക്കമ ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ റബ്ബ് തീർപ്പ് കൽപ്പിച്ചു കളഞ്ഞുവല്ലോ. ഇനി പറഞ്ഞിട്ടെന്താണ് കാര്യം? അതൊക്കെ ഇവിടെ വെച്ച് തീരുമാനമായി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ത് പറയാനാണ് എന്ന രൂപത്തിൽ കൈമലർത്തുന്നൊരവസ്ഥ. അവിടെ ഒരാളും നമ്മുടെ കൂടെയില്ല. അള്ളാഹു അവൻ്റെ കോടതിയിൽ സർവാധികാരിയായി നിൽക്കുന്ന, അള്ളാഹു അവൻ്റെ കോടതിയിൽ എല്ലാവരുടെയും മേതെ റബ്ബിന്റെ വിധി നടപ്പിലാക്കുന്ന, അതാ ഇവിടെ നേരത്തെ പറഞ്ഞത്, ആ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്
കാരുണ്യം വിശ്വാസികളുടെ മേൽ മാത്രം നീക്കിവെക്കുന്ന, അവന്റെ കരുണ വിശ്വാസികൾക്ക് മേൽ മാത്രം നീക്കിവെക്കുന്ന, സർവ്വതും അവർക്ക് വേണ്ടി നീക്കിവെക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ, അവിടെയാണ് നാം പ്രതീക്ഷ വെക്കുന്നത്. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, അപ്പൊ നമുക്ക് പൊറുക്കാൻ കഴിയും, അപ്പൊ നമുക്ക് സഹിക്കാൻ കഴിയും, അപ്പൊ നമുക്ക് നമ്മുടെ റബ്ബ് തരുന്ന രോഗത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്നേക്കാൾ ബുദ്ധിമുട്ടുന്നവർ, എന്നേക്കാൾ പ്രയാസപ്പെടുന്നവർ, ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, രോഗം കൊണ്ട് വളരെ വലിയ പ്രയാസത്തിൽ കിടക്കുന്നവർ, എനിക്ക് ഇത്രയെങ്കിലും ആശ്വാസം നൽകിയല്ലോ എന്ന് എന്റെ റബ്ബിനെ കുറിച്ച് നല്ല വന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ഒരു ചീത്തയായ ഒരു ചിന്തയും ഹൃദയത്തിലേക്ക് വരാതെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. പക്ഷേ ആ പരലോകത്തെ നമ്മൾ മനസ്സുകളിലേക്ക് കൊണ്ടുവരണം. ഈ ആയത്തിന്റെ തുടർച്ചയെ അല്ലാഹ് പറഞ്ഞു, വഖാലല്ലദീന ഫിന്നാരി. ഇനി ഈ മുന്നിൽ കണ്ട നേതാക്കന്മാരും ഗർവ് നടിച്ചവരും പൊങ്ങച്ചം കാണിച്ചവരും ഒക്കെയായ ആളുകളോട് ചോദിച്ചിട്ട് കാര്യമല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോ ആ നരകാഗ്നിയിൽ വെച്ച് വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ ദഉ റബ്ബക്കും, അവർ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നരകത്തിന്റെ കാവൽഭടന്മാരോട്, നരകാഗ്നിയിൽ കിടക്കുന്ന മനുഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുമോ, പറയുമോ? എന്ത്? ഈ നരകമെന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ കരകയറ്റി രക്ഷപ്പെടുത്തണമെന്ന് അവർ പറയുന്നില്ല. പിന്നെ അവർ ചോദിക്കാൻ പറയുന്ന എന്താ അറിയോ? യുഖഫിഫ് അന്നാ യൗമം മിനൽ അദാബ്, ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഞങ്ങൾക്കൊന്ന് ലഘൂകരിച്ചു തരാൻ, കുറച്ചു തരാൻ നിങ്ങളൊന്ന് റബ്ബിനോട് പറയുമോ? പ്രിയപ്പെട്ടവരെ, ഈ വിജ്ഞാനവേദിയിൽ ഇരുന്ന് അള്ളാഹുവിന്റെ ദീന് കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും പരലോകത്തെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അവിടെ വെച്ച് അക്രമം ചെയ്തു പോയവർ, തിന്മ ചെയ്തു പോയവർ, വൃത്തികേട് ചെയ്തു പോയവർ നാളെ അവിടെ വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, യുഖഫിഫു അന്നാ യൗമം മിനൽ അദാബ്. നിങ്ങൾ എന്താണ് റബ്ബിനോട് പറയേണ്ടത്? ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഒന്ന് കുറച്ചു തരാൻ, ലഘൂകരിച്ചു തരാൻ, ചെറുതാക്കി തരാൻ നിങ്ങളൊന്ന് പറയുമോ? നരകത്തിന്റെ കാവൽഭടന്മാർ ഈ അപേക്ഷ നടത്താൻ പറയുന്നവരോട് തിരിച്ചു ചോദിക്കുന്നു, ഖാലു അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനൊരു ഭയാനകമായ നരകമുണ്ടെന്ന് പറയാൻ, വിശാലമായ സ്വർഗമുണ്ടെന്ന് പറയാൻ, റബ്ബിന്റെ നീതിപൂർവമായ കോടതിയുണ്ടെന്ന് പറയാൻ, സിറാത്ത് എന്ന പാലമുണ്ടെന്ന് പറയാൻ, ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് പറയാൻ, അവിടുത്തെ അനുഭൂതികളെ വിശദീകരിക്കാൻ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിന്റെ ആ നിലവിളികളെ കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങളിലേക്ക് ആരും വന്നിട്ടില്ലായിരുന്നോ? ഖാലു, അവർ പറയും, എന്താ? ബല, വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആയത്തിൽ അതാ മറുപടി, അതെ. അപ്പൊ പാറാവുകാര് പറയും, ഖാലു, അവർ പറയും, ഫദ്ഉ, എന്നാ പിന്നെ നിങ്ങൾ എന്നെ ചോദിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, നമുക്കതിന് കഴിയപ്പറ്റൂല, നമുക്കതിന് സൗകര്യമില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലടോ, സത്യത്തെ നിഷേധിച്ചവരുടെ ദുആ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല, അത് വഴികേടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന്റെ ഇനി പറയുന്ന ആയത്ത് പറയാനാണ് ഞാൻ ഈ ആയത്തുകൾ പറഞ്ഞത്. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ആ അള്ളാഹ് നമ്മളെ കൈവിടുകയില്ല. റബ്ബ് നമ്മെ ചേർത്തു നിർത്തും, അള്ളാഹു നമ്മെ ചേർത്തു നിർത്തും. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് റബ്ബ് നമുക്ക് ഇടം തരും. അള്ളാഹ് അടുത്ത ആയത്തിൽ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഇന്നാ ലനൻസുറു റുസുലനാ, ഞാൻ എന്റെ പ്രവാചകന്മാരായി നിശ്ചയിച്ച അയച്ച ആളുകളുണ്ടല്ലോ, അവരെ നാം സഹായിക്കുക തന്നെ ചെയ്യും. പോരാ, അവരെ മാത്രമല്ല, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും. ഈ തർക്കം ഇങ്ങനെ നരകത്തിൽ വെച്ച് നടക്കുമ്പോ അവർക്ക് കൊടുത്ത മറുപടി എല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്ന എന്താ അറിയോ? ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലും നാം അവരെ സഹായിച്ചു. പ്രവാചകന്മാർക്ക് അല്ലാഹു സഹായം കൊടുത്തിട്ടുണ്ട്, വിശ്വാസികൾക്കും അല്ലാഹു സഹായം കൊടുക്കും. പോരാ, പരലോകത്ത് ഇഹലോകത്ത് മാത്രമല്ല, വയൗമ യഖൂമുൽ അശ്ഹാദ്,
സാക്ഷികൾ കടന്നു വന്ന് നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലും നാം അവരെ സഹായിക്കും. ആരെ? നമ്മുടെ ദൂതന്മാരെ. വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും. അള്ളാഹു വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും ഒരാമുഖം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ആ പരലോകത്താണ് നമുക്ക് രക്ഷ കിട്ടേണ്ടത്. ആ രക്ഷ തരാൻ ഇന്നത്തെ വിഷയത്തിൻ്റെ ഹെഡിങ് എന്താ? നമുക്ക് അള്ളാഹു മതി, കൂടെയുണ്ട്, ദുഃഖിക്കണ്ട. ആ റബ്ബിന് മാത്രമേ കഴിയൂ, വേറൊരാൾക്കും കഴിയില്ല. പ്രവാചകന്മാർ പോലും ഒഴിഞ്ഞു മാറുന്ന ഒന്ന് റബ്ബിൻ്റെ മുന്നിലേക്ക് ഷഫാഅത്തിന് വേണ്ടി, ഒന്ന് വിചാരണ തുടങ്ങാൻ വേണ്ടി, ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശുപാർശ പറയാൻ പ്രവാചകന്മാരോട് പറയുമ്പോൾ എല്ലാ നബിമാരും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമ്പോ അള്ളാഹു തആല പറയുന്നത് ഹദീസിലുണ്ട്. അള്ളാഹു തആല മുത്ത് നബിയോട് പറയും, ഓ മുഹമ്മദേ എന്ന് വിളിച്ചിട്ട് അള്ളാഹു വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇർഫഅ റഅസക്, തല ഉയർത്ത്, ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ ജനകോടികളുടെ മുമ്പിൽ വെച്ച് പരിഗണിക്കുന്ന ഇന്ന് മഹാഭൂരിപക്ഷമുള്ള ക്രൈസ്തവർ അംഗീകരിക്കാത്ത അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ ജനവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ എല്ലാ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്ന് പറയുന്ന ആ ഒരു പരിഗണന നടക്കുന്ന, ഏറ്റവും ഖുബ്റയായ ശഫാഅത്ത് നടക്കുന്ന ഒരു ദിവസത്തെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റുകളും കുറ്റങ്ങളും തിരുത്താനാവാത്ത വിധം പാപപങ്കിലമായി നമ്മുടെ മനസ്സുകൾ മാറി, പശ്ചാത്താപത്തിന്റെ മനസ്സില്ലാതെ, ഇസ്തിഗ്ഫാറിന്റെ മനസ്സില്ലാതെ, എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ എന്റെ ദുഃഖങ്ങളും എന്റെ പ്രശ്നങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ തെറ്റുകുറ്റങ്ങളും എടുത്തു വച്ചിട്ട് റബ്ബേ നീ അല്ലാതെ എനിക്ക് മാപ്പ് തരാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ നീട്ടിയ കരങ്ങളെ സിഫ്റാക്കി മടക്കാൻ, ശൂന്യമാക്കി മടക്കാൻ എനിക്ക് ലജ്ജയാണ് എന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഒന്ന് രാത്രിയുടെ അവസാന ഭാഗം ഒന്ന് എഴുന്നേറ്റ് ഒരു 3, 5, 7, 9, 11 റക്അത്തുകളൊക്കെ നമസ്കരിച്ച് ഒന്ന് മനസ്സുരുകി റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്താൻ സാധിക്കാത്തവർ ഈ സദസ്സിലുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കണം. യൻസിലു റബ്ബുന വതബാറക വതആല ഇല സമാഇ ദുനിയ കുല്ല ലൈല, എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അതേ ഇറങ്ങി വരും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. എന്തിനാണ് വരുന്നത്? അടിമകളായ നമ്മളെ പരിഗണിക്കാനാണ്, നമുക്ക് പ്രത്യേക പരിഗണന തരാനാണ്. ചോദിച്ചോളൂ, ഇസ്തിഗ്ഫാർ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. പശ്ചാത്തപിച്ചോളൂ, നിങ്ങളുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം. പക്ഷെ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കാരുണ്യവാനായ റബ്ബ്, കരുണാനിധിയുടെ ഉടമയായ റബ്ബ് മനുഷ്യലോകത്തെ, പ്രിയപ്പെട്ടവരെ, അവന്റെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു കൊടുത്ത് നാളെയുടെ ലോകത്ത് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് അവൻ ഇടം കൊടുക്കാൻ, അവസരമുണ്ടാക്കാൻ ആ മനുഷ്യന്റെ മുമ്പിൽ പടച്ചവൻ വെച്ച ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അവന്റെ മുമ്പിലേക്ക് എടുത്തു പറയുക. കണ്ണുനീരൊറ്റി വീണ് മനസ്സുരുകി, പ്രിയപ്പെട്ടവരെ, വിറക്കുന്ന ചുണ്ടുകളുമായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്കൊന്ന് പറയാൻ. പക്ഷെ നമ്മൾ വന്നാസുനിയാമുൻ, ജനങ്ങളെ കുറങ്ങുകയാണ്, നമ്മളും ഉറങ്ങുകയാണ്. ഈ സദസ്സിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടാവാം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പേരുണ്ടാവാം. എല്ലാവർക്കും കഴിയട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലങ്ങനെ ഇറങ്ങി ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് വന്നിട്ട് പറയാ, ചോദിച്ചോളൂ അടിമകളെ, നമ്മൾ ഉറങ്ങാണ് അല്ലേ? ആ റബ്ബിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നത് മാത്രമാണ് സത്യത്തിൽ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരായത്ത് കൂടി പറഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. നോക്കൂ, യൗമ ലാ യൻഫഉ ളാലിമീന മഅദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ
47 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? യൗമലാ യൻഫഉ ളാലിമീന, കുറ്റം ചെയ്തവർ, കുറ്റവാളികളായ ആളുകൾക്ക് ഉപകാരപ്പെടാത്ത ദിവസമാണ്. എന്ത്? മഅദിറത്തുഹും, അവരുടെ ഒഴികഴിവുകൾ. പടച്ചോനെ അങ്ങനെ സംഭവിച്ചതാ, ഇങ്ങനെ സംഭവിച്ചതാ. ഒരു തിരുത്താനുള്ള അവസരം കിട്ടിയാൽ തിരുത്താൻ റെഡിയാണ്. ഒന്ന് മടക്കിയാൽ പടച്ചവനെ എല്ലാം തിരുത്തി നന്നാകാൻ റെഡിയാണ്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഒരു മഅദിറത്തും അവിടെ ഉപകാരപ്പെടുകയില്ല. വലഹുമുൽ ലഅന, അവർക്കാണ് ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്കാണ് മോശമായ സങ്കേതമുള്ളത്. ജഹീമെന്ന, ജഹന്നമെന്ന, ലളയെന്ന, ഹുതമയെന്ന, വൈലെന്ന, സഖറെന്ന, അന്നാറെന്ന് പേരിട്ട് വിളിക്കുന്ന ഓളിക്കത്തുന്ന നരകം, സൂഉദ്ദാർ അവർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഇനി നമ്മുടെ വിഷയത്തിൻ്റെ ഹെഡിങ്ങിലെ ചില കാര്യങ്ങൾ കൂടി പറയാം. ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, ദുഃഖിക്കണ്ട. ദുഃഖമുണ്ടാകേണ്ടത് ആ രംഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്നാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. ഇവിടുത്തെ ഏത് പ്രതിസന്ധിയും പ്രവാചകന്മാർ അള്ളാഹു തെരഞ്ഞെടുത്ത, ഇവിടെ എന്നെ കേൾക്കാൻ വന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളിൽ സാധാരണക്കാരാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ അള്ളാഹു തെരഞ്ഞെടുത്ത മഅസൂമിങ്ങളാണ്, അല്ലേ? പ്രത്യേക സുരക്ഷിത വലയം അള്ളാഹു വെച്ചു കൊടുത്തവരാണ്. എന്നിട്ട് ആ പ്രവാചകന്മാരെല്ലാവരും നോർമൽ മരണാണോ? അല്ല. ആ പ്രവാചകന്മാരെല്ലാവരും നോർമൽ മരണാണോ? അല്ലാന്ന്. മറ്റുള്ളവരുടെ കരങ്ങളാൽ അടിയേറ്റുകൊണ്ടും അപകടത്തിൽപ്പെട്ടുകൊണ്ടും ഒക്കെ മരിച്ചു. അപ്പൊ പിന്നെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കൂലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കൂട്ടുകാരൻ എന്ന പേര്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. പരീക്ഷണങ്ങളുടെ എത്രയെത്ര എണ്ണി പറയാനുണ്ട്. കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ആ പ്രവാചകൻ. അവസാനത്തെ ഒടുവിലത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പല്ല് പൊട്ടിയില്ലേ പ്രവാചകന്റെ? അമ്പുകൊണ്ട്, ഏറുകൊണ്ട് കാലിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിച്ചില്ലേ? ഉമ്മയുടെ നാട്ടിൽ അഭയം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കുട്ടികൾ കയറും വടികളും കല്ലുകളുമായി എറിഞ്ഞ് ആട്ടി ഓടിച്ചില്ലേ? നമുക്കൊരു ചെറിയ കുത്തുവാക്ക് കേൾക്കാൻ കഴിയുന്നില്ല അല്ലേ? നമുക്ക് ചെറിയൊരു മനപ്രയാസം ഉണ്ടാകാൻ പറ്റുന്നില്ല അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിൽ തൗഹീദുമായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ, അതിന്റെ ദഅവത്ത് നിർവഹിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഉണ്ടാകുന്ന പ്രയാസത്തിൽ ചില അഭയം അതേ തന്റെ ഉമ്മയുടെ നാട്ടിൽ കിട്ടുമെന്ന് വിചാരിച്ച് ത്വായിഫിന്റെ മണ്ണിലേക്ക് ചെല്ലുമ്പോ വടികളും കയറും കല്ലുമൊക്കെയായി കാത്തുനിന്ന കുട്ടികൾ പിറകെ ഓടി ബഹളമുണ്ടാക്കി. നിങ്ങൾ ആ രംഗൊന്ന് മനസ്സിൽ കൊണ്ടു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ ഓടി. കുട്ടികൾക്ക് അതിന്റെ ഗൗരവം അറിയില്ലല്ലോ. ആ പ്രവാചകന്റെ നേരെ കല്ലെറിയുകയാണ്. ശരീരത്തിൽ പല സ്ഥലത്തും കൊണ്ട് ചോര ഒറ്റി വീഴുകയാണ്. കിതച്ച് മലഞ്ചെരുവിൽ വന്നിരിക്കുമ്പോൾ മലകളുടെ ഡ്യൂട്ടിയുള്ള, പർവ്വതങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്ക് വന്ന് പറയുന്നു, ഈ രണ്ട് മലകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ഈ മണ്ണിനെ, ഈ നാട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാനാണ് അല്ലാഹുവിൻ്റെ അറിയിപ്പുള്ളത്. നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ നിറകുടമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. വേണ്ട റബ്ബേ, അറിയാത്ത ടീമാണിവർ, അവർ ശരിയായിക്കൊള്ളും, പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, പക്ഷേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രവാചകന്മാർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും എത്ര കടുത്ത പരീക്ഷണങ്ങൾ.
ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ ദ്വാരമായി എന്നാ ചരിത്രം പറയുന്നത്, വെറുതെ പറയല്ലല്ലോ. കൊണ്ടുപോയി നല്ല തീക്കനലുണ്ടാക്കി അതിൻ്റെ മേലെ കിടത്തി, കുപ്പായം ഊരിക്കളഞ്ഞ് മലർത്തിക്കിടത്തി. ശരീരത്തിലൊരു പ്രത്യേക ശബ്ദം, നല്ല പഴുത്തു നിൽക്കുന്ന തീക്കട്ട അതിങ്ങനെ ശരീരത്തിൻ്റെ മാംസത്തെ തിന്ന് ഉരുകി തീർത്ത് ആ നീര് ഇറച്ചിയും തട്ടി ഒലിച്ചിറങ്ങി. ആ തീ കെട്ടപ്പോൾ എണീറ്റ് പോകാൻ പറഞ്ഞ് കുപ്പായം കയ്യിൽ പിടിച്ച് ഓടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എപ്പോഴാണ് ഇനി അള്ളാഹിൻ്റെ സഹായം? എപ്പോഴാണ് അള്ളാഹിൻ്റെ സഹായം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബ്ബാബേ, നമ്മളൊക്കെ എന്താ ക്ഷമിച്ചത്? നമുക്കൊക്കെ എന്ത് പ്രയാസം ഉണ്ടായത്? ക്ഷമിക്കണം ഖബ്ബാബേ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെല്ലാവരും ക്ഷമിക്കൂ സഹാബത്തെ, സ്ബിറൂ ഇന്നല്ലാഹ മഅസ്വാബിരീൻ എന്ന് പറഞ്ഞപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ തിരിഞ്ഞ് പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഒറ്റി വീണിട്ട് ഖബ്ബാബിനോട് പറഞ്ഞു, ഖബ്ബാബേ, ക്ഷമിക്ക്, കാത്തിരിക്ക്, അള്ളാഹു നമുക്ക് വിജയം തരും ഖബ്ബാബേ. എന്നിട്ട് അവർ അള്ളാനെ എന്തെങ്കിലും ഒരർത്ഥത്തിൽ ഒരു മനസ്സുകൊണ്ടെങ്കിലും അവരാരെങ്കിലും അള്ളാഹുവിനെ തെറ്റായി ഊഹിച്ചോ? ഇല്ല. അള്ളാഹുവിനെതിരെ ഏതെങ്കിലും ഒരു വാക്ക് അവരാരെങ്കിലും പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടോ? ഇല്ല സുഹൃത്തുക്കളെ. അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല, ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഉണ്ടായിട്ടില്ലേ? സൗർ ഗുഹയിലിരിക്കുമ്പോൾ ചരിത്ര പേര് പറഞ്ഞാൽ മതി, ചരിത്രത്തിലേക്ക് പോകേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, എൻ്റെ കാര്യം എനിക്ക് പ്രശ്നമല്ല നബിയെ, പക്ഷേ അവരുടെ കാല് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. തെരഞ്ഞവർ ഗുഹയുടെ അടുത്തെത്തി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവരൊന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ നബിയെ. അബൂബക്കറേ, നമ്മൾ 2 പേരുമാണ് ഇവിടെ ഉള്ളത് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ 2 പേരുടെ കൂടെ മൂന്നാമതൊരാൾ നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറേ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഈ വചനം ഇറങ്ങുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഭയപ്പെടേണ്ട, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അതാ വിശ്വാസത്തിൻ്റെ കരുത്ത. ഞങ്ങനെ ചരിത്രം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഗുഹയിലിങ്ങനെ കുടുങ്ങി 3 പേര് ഉണ്ടോ? നിരാശപ്പെട്ടോ? എന്തെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി അവർ വിളിച്ചു പറഞ്ഞോ? ഇല്ല. അതിശക്തമായ കാറ്റിൽ മുകൾ ഭാഗത്തുനിന്ന് അടർന്നു പോന്ന വലിയ കല്ല് വന്ന് അഭയം തേടി കയറിപ്പോയ ഗുഹയുടെ മുഖത്ത് വന്നടഞ്ഞ് ആ ഗുഹ അടയുമ്പോൾ 3 പേരും കൂടി പറഞ്ഞതെന്താ? നമ്മൾ ചെയ്ത ഏറ്റവും നല്ല നന്മ എടുത്തു വച്ചിട്ട്, ഒരു അമൽ എടുത്തു വച്ചിട്ട് അള്ളാഹിനോട് പറയാ, ഞാൻ അവിടേക്ക് പോണില്ല, ഞങ്ങൾക്കറിയും. എല്ലാ സാഹചര്യവും ഒത്തിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ, കല്യാണം കഴിച്ച സ്ത്രീയല്ല, ഒരേ മുമ്പേ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ കാണാം. ഏതായാലും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഒത്തു കിട്ടിയപ്പോൾ ആരുമില്ല, അവളും ഞാനുമല്ലാതെ മറ്റാരുമില്ല. ഹദീസിൽ വന്ന പ്രയോഗം എന്താണെന്നറിയോ? അവളുടെ 2 കാലിനുമിടയിൽ ഞാൻ ഇരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ പേടിക്ക്, സൂക്ഷിക്ക്. അള്ളാഹുവേ, ഒരൊറ്റ മനുഷ്യനും അവിടെ കാണാനില്ലായിരുന്നു, അറിയില്ലായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ 2 കാലിനുമിടയിൽ ഞാൻ ഇരിക്കുമ്പോൾ അവൾ പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് തടയാൻ കഴിയില്ല. പക്ഷെ ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ സ്ത്രീയെ സ്പർശിക്കാതെ ഞാൻ ഇറങ്ങി ഓടിയത്, റബ്ബേ നിന്നെ ഭയപ്പെട്ടിട്ടാ, അള്ളാഹുവേ നിന്നെ പേടിച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോ ഗുഹയുടെ മുഖത്തടഞ്ഞ കല്ല് അല്പം നീങ്ങിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. പല സ്ഥലത്തും ഭൂമി കുലുക്കങ്ങൾ, പല സ്ഥലത്തും കെട്ടിടങ്ങൾ തകർന്നു വീണിട്ട് ഉരുൾപൊട്ടലുകൾ. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് കാത്തിട്ടുണ്ട്, ഇനിയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു ബിൽഡിംഗ് തകർന്നു വീണ് നമ്മുടെ മേലെ സ്ലാബുകൾ അമർന്നു പോകാതെ ഏതോ ഒരു കല്ലിൻ്റെ മുകളിൽ
അല്ലെങ്കിൽ കമ്പിയോ സ്ലാബോ കുത്തി നിന്ന് നമ്മൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അമർന്നു പോയിട്ടില്ല. ആരെങ്കിലും കാണണം, സ്ലാബ് നീക്കാൻ കഴിയണം, അവിടെ ആളുകൾ എത്തണം, എന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, എന്റെ ഈ 2002 2010 2020 2023 ഇന്ന അമൽ റബ്ബേ ഞാൻ ഇതാ നിന്റെ മുന്നിലേക്ക് വെക്കുന്നു. റബ്ബേ, ഈ സ്ലാബ് ഒന്ന് താഴ്ന്നാൽ എന്റെ ജീവൻ അവസാനിക്കുകയാണ്. അല്ലാഹുവേ, ഈ സ്ലാബ് എന്നിൽ നിന്ന് നീങ്ങാനും ആളുകൾ അവിടെ എത്തിക്കുവാനും രക്ഷാപ്രവർത്തകന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും റബ്ബേ ഞാൻ എന്റെ അമൽ നിന്നിൽ മുന്നിൽ വെക്കുകയാണ്. അത് തവസ്സുലാക്കിക്കൊണ്ട് നിന്നോട് പറയുന്നു, റബ്ബേ, ആ പ്രവൃത്തി ഞാൻ ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം കൊതിച്ചുകൊണ്ടാണ്, പരലോകത്ത് നിന്റെ സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷ മോഹിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, അത് സ്വീകരിച്ച് പടച്ചവനെ, ഈ ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മാർത്ഥമായ അമലുകളെ മുന്നിൽ വെക്കാൻ എത്രയുണ്ട് സുഹൃത്തുക്കളെ, എത്രയുണ്ട്. ഒരു ചോദ്യമാണ്. നമുക്ക് നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ആരുടെ മുമ്പിലും തുറക്കാതെ നമ്മളൊറ്റക്ക് ഒരു ആത്മവിചിന്തനത്തിന് തയ്യാറായി രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ ചെയ്ത അമലുകൾ, രഹസ്യമായ അമലുകൾ, ആർക്കും അറിയാത്ത നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് കണക്ക് കൂട്ടി മനസ്സുകളിൽ ഒന്ന് കുത്തിക്കുറിക്കുമ്പോ എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ അമല്, എത്രയുണ്ട്. അപ്പൊ അല്ലാഹുവിൽ വിശ്വാസം ഉറപ്പിക്കുക, പടച്ചോ രക്ഷിക്കും. വേറെ ആരും നമ്മെ രക്ഷിക്കാനില്ല. ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുക, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒരടിമക്ക് അല്ലാഹു പോരെ? ആ ആയത്തിൽ അല്ല പോരെ എന്ന് ചോദിച്ച് നിർത്തിയില്ല. പിന്നെ അല്ല പോരാന്ന് വിചാരിക്കുന്ന ആളുകള് അള്ളാന്റെ അടിമകളെ ഭയപ്പെട്ടിട്ട് അള്ളാഹുവിൽ നിന്ന് അകലുന്നത് സത്യല്ലേ? പല മക്ബറയിലേക്കും പല പൂജാകർമ്മങ്ങളിലേക്കും പല പ്രതിഷ്ഠയിലേക്കും പലതിലേക്കും ആളുകൾ നടന്നു പോകുന്നത് എങ്ങനെയാണ്? അല്ല ഉണ്ട് എന്ന വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പിന്നെ അല്ല കാണും എന്നറിയാത്തതുകൊണ്ടല്ല, അല്ല കേൾക്കുന്നറിയാത്തതുകൊണ്ടല്ല, പിന്നെ അതിനൊക്കെ പുറമെ ചില ആളുകളെ കൂടി കൂട്ടിപ്പിടിച്ചാൽ എനിക്ക് രക്ഷ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ? അത് ചെറു പേടിയുടെ ഒരു ഭയപ്പാടിൽ നിന്നുണ്ടാകുന്നതല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ ഈ ആയത്ത് ചോദിച്ചിട്ട് അടുത്ത വാചകം പറഞ്ഞത് എന്താണെന്നറിയോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒരടിമക്ക് അല്ലാഹു പോരെ? റബ്ബ് മതിയായവനല്ലേ? നിനക്ക് റബ്ബ് പോരെ എന്ന് ചോദിച്ചിട്ട് അല്ല ചോദിച്ചു, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. അല്ലാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് നിന്നെ അവർ പേടിപ്പിക്കുകയാണ്, നിന്നവർ ഭയപ്പെടുത്തുകയാണ്. അള്ളാന്റെ പുറമെയുള്ളവരെ പറ്റി. കുട്ടിക്ക് അസുഖല്ലേ? നിനക്കിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിനക്കിപ്പോൾ എന്നെ ഇതൊന്നും വിശ്വാസമല്ലല്ലോ, വേറൊരു മാർഗം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്കതിൽ വിശ്വാസമല്ലല്ലോ, പേടിപ്പിക്കാൻ നോക്കുകയാണ് അള്ളാന്റെ പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട്. അപ്പൊ ചില മനസ്സുകൾ തകരും. മനസ്സിലായില്ലേ? ഇതിനിപ്പോ ഈ പണിയൊന്നും ചെയ്താൽ പോരാ, നിങ്ങൾക്ക് വിശ്വാസമല്ലല്ലോ, ഇതിനൊക്കെ ചെയ്യേണ്ട പണി വേറെ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കാതുകളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ മനുഷ്യക്കൂട്ടത്തിലെ പിശാചുക്കൾ മന്ത്രിക്കുമ്പോ അരുത് എന്ന് പറയാൻ വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകണം. അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം, ചാഞ്ചാട്ടമില്ലാത്ത ഉറച്ചാക്കീതയുണ്ടാകണം. ഇനി അല്ലാഹ് ഈ ആയത്ത് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞത് വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. അവന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അതാണ് ഖുർആന്റെ ആയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക. നിങ്ങളും ചിന്തിച്ചു നോക്ക്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് അല്ല പോവാൻ പറയാ. ആയത്തൊക്കെ ഇങ്ങനെ സൂറത്ത് ത്വാഹയിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു ത്വഗ. അതിക്രമം ചെയ്തവനാണ്, അവന്റെ അടുക്കലേക്ക് പൊയ്ക്കോ, നിങ്ങൾ രണ്ടാളും പൊയ്ക്കോ. എന്നിട്ട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാലാ റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നോടെ എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടാളും ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോ,
രണ്ടാളും മാന്യമായി ആ ഫിറൗനിനോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. എന്നിട്ടോ ചിലപ്പോൾ ഭയപ്പെട്ടേക്കാൻ. ഫിറൗൻ നന്നാവില്ല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? പിന്നെ എന്തിനാ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? ഇത് മനുഷ്യ ലോകത്തിനുള്ള സന്ദേശമാണ്, ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. എന്താ പറഞ്ഞത്? രണ്ടുപേരും നല്ല ലയ്യനായ സംസാരം നടത്തിക്കോ, ലോലമായ സംസാരം നടത്തിക്കോ, പിന്നെ ചൂടാവൊന്നും വേണ്ട, സോഫ്റ്റായിട്ട് പറഞ്ഞു കൊടുത്തോ. എന്നിട്ടോ ചിലപ്പോൾ ഭയപ്പെട്ടേക്കാം, ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ആര്? ഫിറൗന്. അള്ളയാണ് പറയണത്. ചിന്തിക്കൂല, നന്നാവില്ല എന്നറിയില്ലേ? അതാണ് ഏതൊരു മനുഷ്യനെയും നമ്മൾ വിലയിരുത്തേണ്ടാന്ന് നമ്മൾ പറയാ. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്നിട്ടോ അവർ പറയാ, ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ. അപ്പം അള്ളാന്റെ മറുപടി കണ്ടോ? ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗ ഖാല ലാ തഖാഫാ. നമ്മളെ വിഷയം അതാണ്. ഖാല ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. എന്താ പേടിക്കണ്ട? കാരണം ഇന്നനി മഅകുമാ, നിങ്ങൾ രണ്ടാളെ കൂടെ ഞാനുണ്ട്. അതാണ് നമ്മളെ വിഷയം. പേടിക്കണ്ട, നിങ്ങളെ കൂടെ ഞാനുണ്ട്. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, കാണുന്നവനായി എല്ലാം കേൾക്കുന്നവനായി നിങ്ങൾ രണ്ടാളെ കൂടെ ഞാനുണ്ട്. ധൈര്യമായി പോയിക്കോളൂ. അതാണ് വിശ്വാസം. റബ്ബുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും. തീർന്നോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെല്ലുന്നു, സംസാരിക്കുന്നു. മൂസാ നബിക്ക് വിക്കുണ്ട്. മൂസാ നബിയുടെ നാവിൻ്റെ കെട്ടിക്കൊടുക്ക് ഫിറൗനറിയാം. ഫിറൗൻ്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ആൾക്കാരെ കൂട്ടത്തിൽ വെച്ചിട്ട് മൂസാ നബിയോടൊരു ചോദ്യം ചോദിച്ച് മൂസാ നബിക്ക് സംസാരിക്കാൻ കിട്ടാതെ വിക്ക് കളിച്ച് ഫിറൗനൊന്ന് ചിരിക്കണം, കളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. നിങ്ങൾ ആ ആയത്ത് ശ്രദ്ധിച്ചിട്ടില്ല? അവിടെ രണ്ടാളും ചെന്നപ്പോൾ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല വാക്ചാരുതയുള്ള നല്ല വാഗ്മിയാണ്. തഫ്സീർ പറയാ, നല്ല സംസാരിക്കാൻ കഴിവുണ്ട്, സ്ഫുടമായി സംസാരിക്കും. മൂസാ നബിക്കോ നല്ല വിക്കാണ്, ഒരു അക്ഷരം തന്നെ കുറേ വട്ടം പറയണം, ഇപ്പോൾ കളിയാക്കും. അതുകൊണ്ട് മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ ഫിറൗൻ്റെ അടുത്തേക്കാണ് പോണത്. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, നാവിൻ്റെ കുടുക്ക് അയച്ചുകൊണ്ട് റബ്ബേ, ഹൃദയത്തിന് നല്ല വിശാലത കൊണ്ട ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലാഹ്. എൻ്റെ സഹോദരൻ ഹാറൂൻ എൻ്റെ കൂടെ പറഞ്ഞേക്ക് റബ്ബേ. അല്ലാഹ് സ്വീകരിച്ചു. ഫിറൗന് അറിയില്ലല്ലോ, പ്രാർത്ഥിച്ച് ക്ലിയർ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഫിറൗൻ വന്ന ഉടനെ മൂസാ നബിനെ ഇട്ടുകൊണ്ട് ഒന്ന് വഷളാക്കാൻ കിട്ടിയ ചാൻസാന്ന് വിചാരിച്ച് ഉടനെ ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ, നിങ്ങളെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? പിന്നെന്തിനാ മൂസ എന്ന് വിളിച്ചത്? അവിടെ നിർത്തിക്കൂടെ ചോദ്യം? നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? അപ്പൊ ഹാറൂൻ നബി ഉത്തരം പറയും. മനസ്സിലായില്ലേ? അപ്പൊ അത് ഫിറൗൻ ചിന്തിച്ചു, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഫുടമായി സംസാരിച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഹാറൂൻ നബി എങ്ങാനും മിണ്ടിയാൽ മിണ്ടരുത്, നിങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന് പറയാനാണ്. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ, ഉത്തരം മൂസ പറയണം അലൈഹിസ്സലാത്തു വസ്സലാം. തഫ്സീർ പറഞ്ഞ ഞാൻ പറയല്ല, തഫ്സീർ ചെയ്തതാ. അതുകൊണ്ട് മൂസാ നബിയുടെ പേര് വിളിച്ചിട്ട് ഫിറൗൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളുടെയും റബ്ബ് ആരാൻ? ആർക്കും പറയല്ല, രണ്ടാളോടാ ചോദ്യം. പക്ഷെ മൂസാ നബി എന്നെ പറയണം. എന്നാ യാ മൂസ. മൂസാ നബി പ്രാർത്ഥിച്ച് നാവിൻ്റെ കുടുക്കൊക്കെ കഴിഞ്ഞ് വളരെ ഉഷാറായിട്ടാണ് വന്നത്. മൂസാ നബി ഉത്തരം പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. അപ്പം അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വാപ്പാര് വല്ലിപ്പാരൊക്കെ എവിടെയാണ് എന്ന് അങ്ങനെയുള്ള എപ്പോഴും ചോദിക്കല്ലോ ആൾക്കാർ. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, മൂസാ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിറൗൻ ചോദിച്ചതാ, അങ്ങനെയാണ് നിങ്ങളെ വാപ്പാരും ഞങ്ങളുടെ വാപ്പാരൊക്കെ എവിടെയാണ്? ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസാ നബി വളരെ സിമ്പിളായിട്ട് ശാന്തമായി പറഞ്ഞു, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട. നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്, മരിച്ചുപോയ വാപ്പാരെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല. അതൊക്കെ അള്ളാൻ്റെ അടുത്തുള്ള കാര്യമാണ്, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടെന്ന്. മനസ്സിലായില്ലേ? നിൽക്കട്ടെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നദിയുടെ സമുദ്രത്തിൻ്റെ വക്കത്തെത്തി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ കൂടെയുള്ളവർ പറഞ്ഞു,
മൂസാ നബിയോട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതാ വരുന്നു ഫിറഔൻ, അതാ വരുന്നു ഫിറഔനിന്റെ കിങ്കരന്മാർ. അവിടെ കൈകളിൽ മൂർച്ചയുള്ള വാളുകളുണ്ട്, ആയുധങ്ങളുണ്ട്. ഇനി ഓടാൻ സ്ഥലമില്ല. നേരെ മുന്നിൽ വെള്ളാണ്, അതും മുറിച്ച് കടക്കാനാവാത്ത സമുദ്രമാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, ഉറപ്പായി ഇനി നമ്മളെ പിടികൂടും. അതാണ് ആ വാക്ക്. മൂസാ നബിയുടെ അനുയായികൾ പറയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ നിശ്ചയമായും പിടിക്കും, ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ വെള്ളത്തിന്റെ മുമ്പിലെത്തി. അപ്പൊ മൂസാ നബി പറഞ്ഞ മറുപടി എന്താ? ഖാല, മൂസാ നബി പറഞ്ഞു, കല്ലാ, അങ്ങനെ പറയല്ലേ, ഇന്ന മഇയ റബ്ബി, ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. അനുയായികളെ, നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ ഓടിയത് അള്ളാഹുവിന്റെ മാർഗത്തിലാ. നമ്മൾ എത്തി നിൽക്കുന്നത്, ഈ ജലാശയത്തിന്റെ മുന്നിൽ എത്തി നിൽക്കുന്നത് റബ്ബിന്റെ മാർഗത്തിലെ ദഅവത്തിന്റെ പ്രോജ്വലമായ മേഖലയിലാ. അതുകൊണ്ട് എന്റെ അനുയായികളെ, എന്റെ കൂടെയുള്ളവരെ, കല്ല, അങ്ങനെ നിങ്ങൾ പറയല്ലേ, ഇന്ന മഇയ റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, ഉറപ്പാണ്, വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, അടിക്ക് വടി കൊണ്ട് വെള്ളത്തിൽ അടിച്ചു. തഫ്സീർ പറഞ്ഞെന്താ അറിയോ? ഒരു ഉണങ്ങിയ വഴി അവിടെ ഉണ്ടായി. രണ്ടു ഭാഗത്തേക്കും വെള്ളം അങ്ങോട്ട് മാറി നിന്ന് ഒരു ഉണങ്ങിയ വഴി ഉണ്ടായി. കണ്ടോ? അതാ വിശ്വാസം. അതൊരു വിശ്വാസമാണ്. നമ്മളെ കുട്ടിക്ക്, നമ്മുടെ വാപ്പാക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ രക്തബന്ധുക്കൾക്ക് അതികഠിനമായ പരീക്ഷണം വരുമ്പോ പേടിപ്പിക്കല്ലിങ്ങളാരും. ഇന്ന മഇയ റബ്ബി, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അത് വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, അത് വരികയുള്ളൂ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ കരുത്ത് വേണം, ഈമാനിൻ്റെ കരുത്ത്. വേറെ വർത്തമാനം കൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിരാശ വേണ്ട കേട്ടോ. ഞാൻ അവസാനിപ്പിക്കാനായി, നിരാശ വേണ്ട. നമ്മളെ കൂട്ടത്തിൽ തീരെ സാമ്പത്തികം ഇല്ലാത്തവരുണ്ട്, സാമ്പത്തികം കൂടിയവരുണ്ട്, ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, നല്ല ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്, നല്ല വിദ്യാസമ്പന്നരായിട്ടും നല്ല വിദ്യാസമ്പന്നത നേടിയിട്ടും ജോലി കിട്ടാത്തവരുണ്ട്, പലരും ഉണ്ടാകാം. ഇതൊക്കെ അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളാ. ഖൈറുണ്ടാവും, ഖൈറുണ്ടാവും. നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ പൈസ, ഖൈറുണ്ടാവും. ക്ഷമിക്കാൻ പറ്റണം, ക്ഷമിക്കാൻ പറ്റണം. എന്നിട്ട് നമ്മൾ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിക്കോ. അല്ലാഹ് തന്ന നിഅമത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അതാണ് നല്ലത്. ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്ക്. വലാ തൻളുറു, നിങ്ങൾ നോക്കല്ലേ, ഇലാ മൻ ഹുവ ഫൗകക്കും, നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക്. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് എന്താ കാര്യം? അയാൾ 5 കൊല്ലം പോയി, അയാളെ വീട് നോക്ക്. നിങ്ങൾ 15 കൊല്ലായി, പറയല്ലേ, പറയല്ലേ, മനസ്സിലായില്ലേ? നിങ്ങളെ കാറെന്താ, എത്ര കൊല്ലായി? നിങ്ങളാ ഇന്നയാളുടെ കാറ് നോക്ക്, പറയല്ലേ. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്ക്. നമുക്കൊരു ഓടിട്ട വീടില്ലേ, ടാർപോളിയും വലിച്ചു കെട്ടി ഇന്നുണ്ട്. കൂട്ടരെ 4 ലക്ഷം മുമ്പ് പഞ്ചായത്തിൽ നിന്ന് 50,000 റുപ്യേന് ഒരു വീടിന് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലത് ഇല്ലേ? ഇപ്പം 4 ലക്ഷമാണ്. 4 ലക്ഷം കൊണ്ടൊരു വീടാവോ? ആവോ? അതിനു വേണ്ടി കാത്തിരുന്ന് റിക്വസ്റ്റ് കൊടുത്ത്, അപേക്ഷ കൊടുത്ത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത്, അതിന് വേണ്ട എല്ലാ പേപ്പറും കൊടുത്ത് കാത്തിരിക്കുന്ന 10,000 കേരളത്തിലുണ്ട് ഒരു 4 ലക്ഷം വീട് വെക്കാൻ കിട്ടാൻ. അപ്പം എനിക്ക് ഒരു ചെറിയ വീടുണ്ടല്ലോ, അൽഹംദുലില്ലാ. എനിക്കൊരു സ്കൂട്ടർ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗകക്കും. എന്നിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തിനാണത്? ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു നൽകിയ നിഅമത്തിനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ അതാണ് ഏറ്റവും യോജിച്ചത്. അല്ലാഹു ഖൈറാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്,
എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ശക്തമായ തവക്കുൽ ഉണ്ടാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയണേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട്, അത് മരത്തിൻ്റെതാണ് എന്നൊക്കെ തഫ്സീറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം ശക്തമായി കത്തുകയാണ്. അതുകൊണ്ട് കൊണ്ടുപോയി തള്ളാനൊരു പ്രത്യേകതരം നീളമുള്ള വടി ഉപയോഗിച്ചു എന്നൊക്കെ തഫ്സീറിൽ കാണാം. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്തെങ്കിലും പറയാണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭമൊക്കെ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഹീന ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അല്ലാഹു മതി. പേടിച്ചിട്ടുണ്ടാവും ശത്രുക്കൾ. അപ്പോൾ തീക്കുണ്ടാരത്തിലേക്ക് കൊണ്ടിട്ട് ഇങ്ങനെ തള്ളാൻ നേരത്ത് ഇബ്രാഹിം നബിയോട് എന്തെങ്കിലും പറയാണ്ടോ, ഹസ്ബിയല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി, വനിഅമൽ വക്കീൽ, വരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണവൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തടോ. അതുകൊണ്ട് നമ്മൾ പറയണം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. പറയാൻ പറ്റുമോ നമുക്ക്? പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിശ്വാസം മാറ്റുരക്കുന്നത്. ഖുർആൻ പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ക്ലേശിക്കണ്ട. അൻതുമുൽ ലഅലൂൻ വ അൻതുമുൽ ലഅലൂൻ, നിങ്ങളാണ് ഏറ്റവും വിവിഐപികൾ. പക്ഷെ എന്തുണ്ടാവണം? നിങ്ങളാണ് ഏറ്റവും വിവിഐപികൾ. നമ്മുടെ കൂട്ടത്തിലെ ഒരു കൂലിപ്പണിക്കാരനാകാം റബ്ബിൻ്റെ കോടതിയിലെ വിവിഐപി ആയി മാറുന്നത്. പക്ഷെ എന്തുണ്ടാകണം? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ. ഈമാൻ നമ്മൾ പറയില്ല, ഈമാൻ അതെന്തെന്ന് വന്നതാ? അമ്ന്. എന്താ അമ്ന്? നിർഭയത്വം. വിശ്വാസം കൊണ്ട് കിട്ടിയാൽ നല്ല നിർഭയത്വം. അതാണ് 4 കുട്ടികൾ മരിക്കുമ്പോൾ, 2 കുട്ടികൾ മരിക്കുമ്പോൾ, ആകെയുള്ളൊരു പൊന്നുമോൻ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ ഒരു വാപ്പ റബ്ബ് തന്നതാണ്, അവൻ തിരിച്ചു വിളിച്ചു, ക്ഷമിക്കല്ലാതെ എൻ്റെ മുമ്പിൽ മാർഗമില്ല. അവിടെ അങ്ങോട്ട് തവക്കുൽ ചെയ്യാൻ നമുക്ക് കഴിയണം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കിയില്ലേ നമ്മളെ വാപ്പാനി ഉമ്മാനി. അപ്പം അള്ളാഹു പറഞ്ഞതാ, പൊയ്ക്കൊള്ളി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, പൊയ്ക്കൊള്ളി. ഇനി അവിടേക്ക് ഇങ്ങനെ വരും, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെ മാർഗനിർദ്ദേശം ഇങ്ങനെ വരുമ്പോൾ ഫമൻ തബിയ ഹുദായ, ആര് സത്യമാർഗത്തെ പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ മേൽ അവർക്കൊന്നും പേടിക്കാനില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അല്ലാഹുവിലും വരാനിരിക്കുന്ന പരലോകത്തിലും വേണ്ടതുപോലെ ആര് വിശ്വസിക്കുന്നുവോ, വഅമില സ്വാലിഹാ, എന്നിട്ട് വിശ്വാസം ഉറപ്പിച്ച് ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ വാക്കൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ആയത്തും ഹദീസൊക്കെ നമുക്കെല്ലാവർക്കും അറിയും. പക്ഷേ ജീവിതം പ്രശ്നവുമായി ഏറ്റുമുട്ടുമ്പോൾ അവിടെ ക്ഷമയോടുകൂടി അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. തലശ്ശേരിയിലെ സലീംക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 പതിറ്റാണ്ട് 40 വർഷത്തോളം വാട്ടർ ബെഡിലും സോഫ്റ്റ് ബെഡിലും കിടന്നപ്പോൾ, കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തളർന്നു പോയതാ. ശരീരം മാസകലം തളർന്നു. അദ്ദേഹം പറയാവുന്ന വിധത്തിൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന പെണ്ണിനോട് പറഞ്ഞു, പൊയ്ക്കോ, എന്നെ ഒഴിവാക്കി തരാം, നീ ചെറിയ പ്രായമാണ്, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പോയിട്ട് നിനക്ക് വേറെ കല്യാണം കഴിച്ച് ജീവിക്കാൻ. ഡോക്ടർമാരെന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, മരണം വരെ നിങ്ങൾക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ കഴിയില്ല, പൊയ്ക്കോ. അത് പറഞ്ഞില്ല, നിങ്ങളെ നോക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടണം. 5 അല്ല 10 അല്ല 20 അല്ല 30 അല്ല 3 പതിറ്റാണ്ടിലേറെ ആ ബെഡിൽ കിടത്തി അയാളുടെ മൂത്രം തുടച്ച് കാഷ്ടം വൃത്തിയാക്കി കുളിപ്പിച്ച് തുടച്ചു കൊടുത്ത്
ചെയ്ത് കൊടുത്തെല്ലാം ചെയ്ത് മരിക്കുമ്പോൾ നമ്മൾ പലരും അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടിട്ട്. അന്ന് ഡോക്ടർമാർ പറയണേ, സലീം കൈ ഓർത്തിട്ടല്ല ഞങ്ങളുടെ കണ്ണ് നിറയുന്നത്, സലീം കൈയുടെ ഭാര്യയെ ഓർത്തിട്ടാണ്. കല്യാണം കഴിഞ്ഞ് 40 കൊല്ലമൊക്കെ ഇങ്ങനെ നോക്കേണ്ടി വന്നിട്ട് ഇന്നലെ മരിക്കുന്നതിൻ്റെ രാത്രി, തലേ രാത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർമാരോട് പറഞ്ഞത്, എൻ്റെ സലീം കാക്ക് എന്തോ പ്രശ്നമുണ്ട്, കൂടുതൽ തോന്നുന്നുണ്ട്, കുറച്ച് സാധാരണ ഗതിയിൽ നിന്ന് മാറിയതുപോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ എഴുത്തു തരീ, എൻ്റെ സലീം ഖാനെ കൊണ്ടോട്ടെ, എനിക്ക് നോക്കിയിട്ട് പൊതി തീർന്നിട്ടില്ല എൻ്റെ സലീം ഖാനെ. ഏയ്, അത് മനസ്സിനുള്ളിൽ നിറഞ്ഞ ഈമാനിൽ നിന്നല്ലാതെ പറയാൻ കഴിയില്ല. അള്ളാഹു അവർക്ക് തക്കതായ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്, ഇതൊരു കുടുംബാണല്ലോ അല്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയിലേർപ്പെടുന്നവർ, മിണ്ടാതിരിക്കുന്നവർ, ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് മറന്നതിൻ്റെ പേരിൽ ബഹളം കൂട്ടുന്നവർ, കഷ്ടപ്പെടുന്ന മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന വാപ്പയെ ഓർക്കാതെ വർത്തമാനം പറയുന്ന മക്കൾ, കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ദൂർത്തടിച്ച് അടിച്ച് പൊളിച്ച് തീർക്കുന്നവർ, ഓർക്കുക ആ വാപ്പയുടെ വേദന, ആ ഉമ്മയുടെ വേദന, ആ ഭർത്താവിൻ്റെ വേദന, ആ ഭാര്യയുടെ ത്യാഗം എല്ലാം ഓർക്കുക. പരസ്പരം മനസ്സിലാക്കി ഈ ഭൂമി ചെറുതാണ്, ഈ ദുനിയാവ് അദ്ദുനിയ മസ്റഅത്തുൽ-ആഖിറ, പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. എൻ്റെ ഭാര്യ എനിക്ക് സ്വർഗത്തിൽ കിട്ടണം, എൻ്റെ ഭർത്താവിന് എനിക്ക് സ്വർഗത്തിൽ കിട്ടണം, ഞങ്ങൾക്ക് 2 പേർക്ക് നമുക്കവിടെ ഒരുമിച്ച് വീണ്ടും ഒരു നല്ല ഇണകളായി ജീവിക്കാൻ കഴിയണം. ആ അർത്ഥത്തിൽ മനസ്സിനുള്ളിൽ നമ്മൾ ഭാര്യയെ ഓർത്തിട്ടുണ്ടോ, ഭർത്താവിനെ ഓർത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സും ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും ഈ ഹദീസ് പഠനവുമൊക്കെ നമുക്ക് വിജയകരമായി മാറും. അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളുടെ CRE, ഈ പറഞ്ഞ കാര്യമൊക്കെ മക്കളിലേക്ക് കിട്ടാനുള്ളത് CRE ക്ലാസ്സിൽ കൂടിയാണ്. മദ്രസയിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിർത്തി. ആ മദ്രസയിൽ നിഫാസും പഠിച്ചു, ആർത്തവം പഠിച്ചു, സക്കാത്ത് പഠിച്ചു, ഹജ്ജ് പഠിച്ചു, എല്ലാം കഴിഞ്ഞു. പക്വതെത്തുന്നതിന് മുമ്പ് പഠിച്ചത് അന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളൊക്കെ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചവർക്ക് വരെ കോഴ്സാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയാൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് മദ്രസ അല്ല, പിന്നെ IAS കോച്ചിങ്ങാണ്, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങാണ്, അല്ലാത്ത ട്യൂഷൻ ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ച ദിവസം, ആഴ്ചയിലൊരു ദിവസം നമ്മുടെ സ്റ്റുഡൻസ് വിങ് സംഘടിപ്പിക്കുന്ന CRE ഒരു തുടർ പഠന പദ്ധതിയിൽ നമ്മുടെ മക്കളെ എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ജനുവരി 11 ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 8:30 വരെ ഇവിടെ വെച്ച് CRE നടക്കുന്നുണ്ട്. ആ വിവരം നിങ്ങൾ ഓർക്കുക. മക്കളെ മാക്സിമം അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വിജ്ഞാനവേദിക്ക് യൂത്ത് മണ്ഡലം കമ്മിറ്റി ഒരു വിജ്ഞാനവേദി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ചെറിയ ചിലവുകളൊക്കെ ഉണ്ടാവും. ആ ചിലവിലേക്ക് ചോദിക്കാതെ തന്നെ ഞാൻ എന്താ തരേണ്ടത്? അൽഹംദുലില്ലാ, ഇന്ന് ഒരു 1.5 മണിക്കൂർ സമയമാണ് നമ്മൾ ക്ലാസ് നടന്നിട്ടുള്ളത്. റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് പലതും നമുക്ക് ഓർക്കാനും, പുതുതായി നിങ്ങളൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചിലതൊക്കെ ഓർക്കാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടാവും. ഉപകാരപ്രദമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ സംരംഭം യുവാക്കൾക്കൊരു കടമായി മാറാതെ, ഒരു ബാധ്യതയായി മാറാതെ നമ്മൾ ഒരുമിച്ചു നിന്ന് ദഅ്വ പ്രവർത്തനം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളൊക്കെ സഹകരിക്കണം, സഹായിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നോമ്പാണ് വരുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ റമദാനിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവിടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളേറെ സ്നേഹിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകണേ അള്ളാഹ്. അള്ളാഹുവെ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വേദനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഫലസ്തീനിലെ മക്കൾ, അവരുടെ രോദനം, അവരുടെ നിലവിളി, അള്ളാഹുവെ എല്ലാം തീർന്നു, ഒപ്പുവെച്ചു, കരാറിൽ ഈ ഒപ്പിട്ടിരിക്കുന്നു, വെടി നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ചതിയന്മാരും വഞ്ചകന്മാരുമായ ജൂതപട്ടാളം തിരിച്ചു വരുന്ന മക്കളുടെ നെഞ്ചിനു നേരെ വെടിയുതിർക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. അള്ളാഹുവേ, അവർക്ക് നീ അഭയം നൽകണേ അല്ലാഹ്.
അവർക്ക് നീ ആശ്രയം നൽകണേ അല്ല. അവർക്ക് ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി നീ അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവേ, അവിടുത്തെ സഹോദരിമാർ ഞങ്ങളുടെ പെങ്ങന്മാരെ പോലെ, ഞങ്ങളുടെ മാതാക്കളെപ്പോലെ, ഞങ്ങളുടെ ഭാര്യമാരെ പോലെയുള്ളവർ അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുന്നു. അള്ളാഹുവേ, അവർക്ക് നീ അഭയവും ആശ്രയവും നൽകി അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ ഇന്നത്തെ കാലത്ത് വഴിപിടക്കാൻ സാധ്യതയുള്ള ഈ ലോകത്ത് ഈ ദീനിൽ അവരെയും ഞങ്ങളെയും നിലനിർത്തി ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവേ, ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബന മിനർ റിയാ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബന മിനൻ നിഫാഖ്. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബന മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.